ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂരിലുള്ള ബംഗ്ലാവ് കുന്നിലോട്ടാട്ടോ. അപ്പോൾ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ചെക്ക് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 40 രൂപ ടിക്കറ്റ് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കട്ടോ. നല്ലൊരു കാടിൻ്റെ ആംബിയൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെ കേട്ടോ ഈ ബംഗ്ലാവ് കുന്ന്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. 1 കിലോമീറ്റർ ഇവിടുന്ന് ചെക്ക് പോയിൻറ്റിൽ സഞ്ചരിച്ചാൽ ബംഗ്ലാവ് കുന്നിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ബംഗ്ലാവ് കുന്നിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു കാടിൻ്റെ ആംബിയൻസിൻ്റെ ഉള്ളിൽ ഒരു ഇരുനില കെട്ടിടം കേട്ടോ. ബ്രിട്ടീഷുകാർ 1898 ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. പിന്നെ 1920 മലബാർ കലാപത്തിൻ്റെ സമയത്ത് ഈ കെട്ടിടത്തിന് കേടുപാടുകളൊക്കെ സംഭവിച്ചു. പിന്നീട് 1928 ഇത് പുതുക്കി പണിതത്. ബംഗ്ലാവിൻ്റെ ഉള്ളിലെ മരങ്ങളൊക്കെ പൂർണ്ണമായും തേക്കിൽ നിർമ്മിച്ചതാട്ടോ. അത് ഇവിടുത്തെ തേക്ക് തന്നെ ആകാനാണ് കൂടുതലും സാധ്യത കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്നത്തെ അതവരെ നിൽപ്പിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ചെതലൊന്നും പിടിക്കാതെ. പക്ഷേ അറ്റകുറ്റപ്പണികളൊക്കെ ഇടയ്ക്കൊക്കെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാട്ടിലൂടെയുള്ളൊരു ആകാശപാലമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കേട്ടോ. മരത്തിൻ്റെ ഏറ്റവും ഹൈറ്റിലൂടെയൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി ഉള്ളത്. കുറച്ച് ദൂരം നമുക്ക് കാട്ടിൻ്റെ ഇതിലൂടെ നടന്നു പോകാൻ നല്ലൊരു രസം തന്നെയാണ്. നിലവിൽ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് കേട്ടോ ഇവിടുത്തെ പ്രവേശന സമയം. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനും കാടിനെ പിന്നെ ആംബിയൻസൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്കൊക്കെ പറ്റിയൊരു ഇടം തന്നെയാണ് കേട്ടോ ഈ ബംഗ്ലാവ് കുന്ന്. എന്തായാലും നിലമ്പൂരിലൊക്കെ വരുന്നവർക്ക് തീർച്ചയായും ഒന്ന് സന്ദർശിക്കാൻ പറ്റിയൊരു ഇടം തന്നെയാണ്. നല്ലൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കാടിൻ്റെ നടുവിലൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ലൊരു അടിപൊളി ഫോറസ്റ്റ് വൈബ് തന്നെ കേട്ടോ നമുക്കിവിടെ സമ്മാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ മെല്ലെ കാട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.